ഹായ് ഫ്രണ്ട്സ്, ഐ സ്റ്റുഡിയോ ഓൺലൈനിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ ലാസ്റ്റ് വീഡിയോ എല്ലാവരെയും കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതായത് എങ്ങനെ ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് എടുക്കാം എന്നാണ് ലാസ്റ്റ് വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അതുപോലെ തന്നെ ഒരു ബേസിക് ട്യൂട്ടോറിയലാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മളൊരു പുതിയ DSLR ക്യാമറ വാങ്ങി ഓട്ടോ മോഡിലിട്ട് കുറേ ഫോട്ടോസ് എടുത്തു. അതുകൂടാതെ നമുക്കിനി എങ്ങനെ ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് എൻട്രി ലെവൽ ട്യൂട്ടോറിയലാണ്. അപ്പോൾ ആക്ച്വലി ഇതൊരു 11-12 പോയിൻ്റായിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മൾ ഇപ്പോൾ ഒരു ക്യാമറ വാങ്ങി അതിൻ്റെ കൂടെ നമ്മൾ വാങ്ങിയത് കിറ്റ് ലെൻസാണ്. ഓക്കെ, ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് തോന്നും ഈ കിറ്റ് ലെൻസ് വെച്ചെടുത്തിട്ട് അതിൻ്റെ ഷാർപ്നെസ് പോരാ, ഒരു കുറച്ചും കൂടെ വില കൂടിയ ലെൻസ് വാങ്ങിക്കാം. അങ്ങനെ നമ്മളൊരു ലെൻസ് വാങ്ങിക്കും. പിന്നെ ആ ലെൻസ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് വീണ്ടും തോന്നും ഇതിലും നല്ലൊരു ലെൻസ് വാങ്ങിയാൽ കുറച്ചും കൂടെ നന്നായിട്ടിരിക്കും പിക്ചേഴ്സ്. നമ്മളൊരിക്കലും ആക്ച്വലി ഇതൊരു അഡിക്ഷനാണ്. നമ്മൾ കുറച്ച് ആളുകൾ ക്യാമറ ഗിയർ വാങ്ങുന്നതിൽ വളരെ തൽപരരായിരിക്കും. അവർ നോക്കുമ്പോഴത്തേക്കിനും അവരുടെ ഫോട്ടോഗ്രാഫി അവർ എക്സ്പെക്റ്റ് ചെയ്ത ഒരു ലെവലിൽ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഓക്കെ, കുറച്ചും കൂടെ നല്ല ലെൻസ്, നല്ല ക്യാമറ വാങ്ങിയാൽ എൻ്റെ ഫോട്ടോഗ്രാഫി ഇമ്പ്രൂവ് ആവും. അങ്ങനെ ഒരു ചിന്തയിലായിരിക്കും ആൾക്കാർ പുതിയ ഗിയർ വാങ്ങിച്ചു കൂട്ടുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അനാവശ്യമായ എക്സ്ട്രാ ഗിയർ വാങ്ങിക്കാതെ നിങ്ങൾ ആദ്യം മേടിച്ച ഗിയർ യൂസ് ചെയ്ത് തന്നെ എങ്ങനെ മാക്സിമം നിങ്ങൾ ആദ്യം മേടിച്ച ഗിയർ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്നത് ആദ്യം മനസ്സിലാക്കുക. അതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാനും കൂടിയാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പം ഇതിലെ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ക്യാമറ മേടിച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നിങ്ങൾ വാങ്ങിക്കേണ്ടത് ഒരു ട്രൈപോഡാണ്. അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രൈപോഡൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല ഒരു ബിഗിനർ ഫോട്ടോഗ്രാഫർക്ക്. ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് അത് പഠിക്കുക എന്നുള്ളതാണ്. എങ്ങനെ അത് യൂസ് ചെയ്യണം, എക്സ്പെൻസ് കുറഞ്ഞ ഗിയർ യൂസ് ചെയ്ത് ആദ്യം പഠിക്കുക. പിന്നെ നിങ്ങൾ ഈ മേഖലയിൽ തന്നെ തുടരാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ മാത്രം, അതായത് ഫുൾ ടൈം ഒരു ജോബായിട്ട് എടുക്കാൻ അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായിട്ട് മാറാനാണെങ്കിൽ മാത്രം എക്സ്ട്രാ ഗിയർ വാങ്ങിക്കുക. അല്ല, ഓക്കെ, നിങ്ങളുടെ കയ്യിൽ അതിനുള്ള ബഡ്ജറ്റുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നല്ല ഗിയർ വാങ്ങിക്കുക. ഗിയർ വാങ്ങിക്കാനായി മാത്രം വെറുതെ പൈസ കളയുന്നതിലും നല്ലത് അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഗിയർ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഒരു ട്രൈപോഡ് വാങ്ങിക്കുക. ട്രൈപോഡ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഷട്ടർ സ്പീഡ് പല വേരിയേഷൻസ് യൂസ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. അതായത് ഒരു വാട്ടർഫോൾ, മുൻപൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ സ്മൂത്തായിട്ട് വെള്ളം വീഴുന്ന ആ ഒരു സീൻ, ടൈം ലാപ്സ് വീഡിയോ, അങ്ങനെ പല കാര്യങ്ങളുള്ള ഒരു ട്രൈപോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കാം. അതുപോലെ തന്നെ ഒരു പോർട്രേറ്റ് ആണെങ്കിൽ തന്നെ ഒരു ട്രൈപോഡ് യൂസ് ചെയ്താൽ ഹാൻഡ് ഹെൽഡ് അല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടെ ഷാർപ്പായിട്ടുള്ള പിക്ചേഴ്സ്, ഷെയ്ക്ക് ഇല്ലാതെ വരുമ്പോഴത്തേക്കിനും കുറച്ചും കൂടെ ഷാർപ്പായിട്ടുള്ള പിക്ചേഴ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഷട്ടർ സ്പീഡ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഹാൻഡ് ഹെൽഡ് ഷോട്ട് കുറച്ചും കൂടെ നന്നായിരിക്കുമെന്ന്. അപ്പോൾ ഒരു ട്രൈപോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഷട്ടർ സ്പീഡ് ഞാൻ പറഞ്ഞ ഒരു ലിമിറ്റിനെക്കാട്ടും സ്വല്പം കൂടി താഴേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ലൈറ്റ് അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റ് നമുക്ക് കുറച്ചും കൂടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ട്രൈപോഡ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഒരു ക്യാമറ എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം ഒരു ട്രൈപോഡ്. പിന്നെ മൂന്നാമത്തെ ഒരു ചെറിയ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എവിടെ പോയാലും മാക്സിമം ഈ ക്യാമറ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് ഒരു 70-200 ലെൻസ്, അതിൻ്റെ കൂടെ ഒരു 5D Mark III
അങ്ങനെ ഒരു സെറ്റപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്. മീൻസ് നമ്മൾ അത്രയും ഒരു ഹെവി ആയിട്ടുള്ള എക്യുപ്മെൻറ്റ് നമുക്ക് സ്ഥിരമായി കൊണ്ടു നടക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ലെവലിൽ നിങ്ങളൊരു ഗിയർ കയ്യിൽ കൊണ്ടു നടക്കുക. അതായത് ഒരു ചെറിയ ക്യാമറയും അതിന് ആവശ്യമായ ചെറിയ ലെൻസും. ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിരിക്കുന്ന പോലെ 50mm 1.8 ലെൻസ് ചീപ്പാണ്. എവിടെയും നിങ്ങൾക്ക് കൊണ്ടുപോകാം. പല രീതിയിലുള്ള ഷോട്ട്സ് അതിൽ കൂടെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഒരു 50mm അല്ലെങ്കിൽ 35mm ലെൻസും ഒരു ക്യാമറ ബോഡിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പല യാത്രകളിലും സാധിക്കും. അത് ലൈറ്റ് വെയ്റ്റുമാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ രണ്ടാമതൊരു വശം, നമ്മൾ യാത്ര പോകുന്നിടത്തെല്ലാം ക്യാമറ കൊണ്ടുപോയി കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല കാര്യങ്ങളും നമ്മുടെ പല യാത്രകളിൽ നമ്മൾ കാണും. അപ്പോൾ പല സമയത്തും നമ്മൾ വിചാരിക്കും നമ്മുടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ആർക്കും കിട്ടാത്ത ഈ ഷോട്ട് എനിക്ക് കിട്ടുമായിരുന്നു എന്ന് തോന്നും. അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ, ഒരു സങ്കടം ഒഴിവാക്കാനായിട്ട് ഒരു ക്യാമറ കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും നന്നായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നാലാമത്തെ കാര്യം, നിങ്ങൾ പല വെബ്സൈറ്റുകളും നോക്കുമ്പോഴത്തേക്കിനും പല രീതിയിലുള്ള ഷോട്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഈ ഭൂരിഭാഗം ഷോട്ട്സും ക്രിയേറ്റഡ് ആണ്. അതായത് അറേഞ്ച് ചെയ്ത് ഒരു സൺസെറ്റ് ഷോട്ട് അല്ലെങ്കിൽ ഒരു മോഡൽ പോർട്രേറ്റ്, നിങ്ങൾക്ക് അതിൻ്റെ ലൈറ്റിംഗ് ഇഷ്ടപ്പെട്ടു, നിങ്ങളും അതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുക. എന്നിട്ട് ആ ലിസ്റ്റ് അനുസരിച്ച് നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് ഈ ഫോട്ടോസ് എടുക്കുക. പിന്നെ വേറൊരു കാര്യം, പല സമയത്തും നമ്മൾ ഈ വെബ്സൈറ്റുകളിലൊക്കെ കാണുന്ന പോലുള്ള ലൊക്കേഷനിലല്ല നമ്മൾ പലരും ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളായിരിക്കും ആദ്യമേ ഒരു ക്യാമറ മേടിച്ച ഉടനെ നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇപ്പോൾ ഒരു ക്യാമറ കിട്ടിയ ഉടനെ മൂന്നാർ പോയാൽ അല്ലെങ്കിൽ അതുപോലുള്ള മനോഹരമായ സ്ഥലങ്ങളിൽ പോയാൽ മാത്രമേ ഫോട്ടോ കിട്ടൂ എന്നൊന്നുമില്ല. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനോഹരമായ പല ഫോട്ടോസും എടുക്കാൻ സാധിക്കും. അപ്പോൾ ചിലവ് കുറച്ച് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും ഫോട്ടോസ് എടുക്കുക, അങ്ങനെ പഠിക്കുക. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ക്യാമറ മേടിക്കുമ്പോഴത്തേക്കും നമ്മൾ അതിൽ അവോയ്ഡ് ചെയ്യുന്ന ഒരു കാര്യം, അതായത് അതിൻ്റെ മാനുവലാണ്. നമ്മൾ ആ മാനുവലിൽ വളരെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. മീൻസ് ഫോട്ടോഗ്രാഫി പഠിക്കണമെങ്കിൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്യാമറ എന്താണെന്ന് അറിയണമെങ്കിൽ ഈ മാനുവൽ കംപ്ലീറ്റ് ആയിട്ട് വായിക്കാനായിട്ട് ഒരു ശ്രമം നടത്തുക. ശ്രമം മാത്രമല്ല, മാനുവൽ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക, പേജ് 1 മുതൽ ലാസ്റ്റ് പേജ് വരെ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ മേലാത്ത പല കാര്യങ്ങളും ഈ മാനുവലിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നുള്ളത് സോഷ്യൽ മീഡിയ. നമ്പർ 7, പല വെബ്സൈറ്റുകളുണ്ട് നമുക്ക് നമ്മുടെ ഫോട്ടോസ് ഷെയർ ചെയ്യാനും. ഞാൻ ഫേസ്ബുക്കല്ല ഉദ്ദേശിക്കുന്നത്. ഫേസ്ബുക്കിൽ നമ്മളൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ സമയമുള്ള ആളുകൾ നമുക്ക് ലൈക്സ് അടിക്കും. അത് നിങ്ങൾ അവിടെ കിട്ടുന്ന ലൈക്കോ കമൻറ്റോ നിങ്ങൾ എത്ര നല്ല ഫോട്ടോഗ്രാഫറാണ് എന്നുള്ളതിനൊരു മാനദണ്ഡമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അധികം ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെല്ലാവരും നിങ്ങളുടെ ഫോട്ടോ നല്ലതാണെങ്കിലും അഴുക്കാണെങ്കിലും അതിന് ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ നല്ല ഒരു ഫീഡ്ബാക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഫോട്ടോസ് നമ്മൾ അതുപോലുള്ള നല്ല വെബ്സൈറ്റുകളിൽ ഷെയർ ചെയ്യുക. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അതിനുള്ള ക്രിട്ടിക് ഫീഡ്ബാക്സ് നമുക്കവിടെ ലഭിക്കും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ തെറ്റുകൾ എന്താണെന്ന് ചില ആളുകൾ നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരും. അത് മനസ്സിലാക്കി അത് തിരുത്താനുള്ള ശ്രമം നടത്തുക. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് വെബ്സൈറ്റ്സ്, മെയിനായിട്ട് 500 pics എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റുണ്ട്. ആക്ച്വലി ഈ വെബ്സൈറ്റിൽ നമുക്ക് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടത്തില്ല. പക്ഷേ നമുക്ക് പല നല്ല ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ നല്ല ഫോട്ടോസ് കാണാൻ സാധിക്കുന്ന ഒരു മനോഹരമായ വെബ്സൈറ്റാണ് 500px.com. പിന്നുള്ളത് viewbug.com ആണ്. viewbug.comൽ പല കോമ്പറ്റീഷൻസ് ഉണ്ട്. ഫ്രീ കോമ്പറ്റീഷൻസ് ഉണ്ട്, പെയ്ഡ് ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫോട്ടോസ് അവിടെ പോസ്റ്റ് ചെയ്യാം. വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ viewbug.comൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. കുറച്ച് ഫീഡ്ബാക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു വെബ്സൈറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് flickr.com. ഫ്ലിക്കറിൽ ഇതുപോലെ ഫീഡ്ബാക്ക്സ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നുള്ളത് ഒരു 1x.com എന്നും പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്.
ആ വെബ്സൈറ്റിൽ എൻട്രി വളരെ മീൻസ് നിങ്ങൾ ഒരു 5 ഫോട്ടോ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ പാനൽ അപ്രൂവ് ചെയ്താൽ മാത്രമേ ആ വെബ്സൈറ്റിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം onex.com ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫോട്ടോസ് സബ്മിറ്റ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് എൻട്രി കിട്ടിയാൽ മീൻസ് രജിസ്റ്റർ ചെയ്യാൻ അവർ അപ്രൂവൽ തന്നാൽ മന്ത്ലി നിങ്ങളുടെ ഒരു ഫോട്ടോ അവർ ക്രിട്ടിക് റിവ്യൂ ചെയ്ത് നിങ്ങൾ അതിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് പറഞ്ഞു തരും. അത് വളരെ നല്ല ഒരു വെബ്സൈറ്റാണ്. പക്ഷേ എല്ലാ വെബ്സൈറ്റുകൾക്കും അതിൻ്റെ നല്ലതും ചീത്തയുമായ വശങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അതിൽ നിന്നും എന്ത് പ്രയോജനമാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നുള്ളത് യൂട്യൂബിൽ നമുക്ക് ഒട്ടനവധി ട്യൂട്ടോറിയൽ വീഡിയോസ് ലഭിക്കും. ഞാൻ മെയിനായിട്ട് മിക്ക കാര്യങ്ങളും തന്നെ മനസ്സിലാക്കിയത് ഒന്ന് പ്രാക്ടീസ് വഴിയും, രണ്ടാമത് ഈ യൂട്യൂബ് വീഡിയോസിൻ്റെ ഹെൽപ്പ് വഴിയുമാണ്. അപ്പോൾ ഞാൻ 1-2 നല്ല യൂട്യൂബ് ചാനൽസ് റെഫർ ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വെബ്സൈറ്റുകൾ നോക്കാം. ഞാൻ പഠിച്ചത് അവയിൽ നിന്നൊക്കെയാണ്. പിന്നെ 8ാമത്തെ കാര്യം, നമ്മുടെ ക്യാമറയുടെ എല്ലാ സെറ്റിങ്ങുകളും കഴിവതും മനസ്സിലാക്കാനായി ശ്രമിക്കുക. എല്ലാ ബട്ടണും എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാനിപ്പം 60D ആണെങ്കിലും ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന 2 ക്യാമറ, ഒരു 60Dയും ഒരു 5D Mark IIIയുമാണ്. അതിൽ തന്നെ എല്ലാ ബട്ടൺസും നമ്മൾ യൂസ് ചെയ്യാറില്ല. പക്ഷേ അതെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. എല്ലാ ബട്ടണും എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് യൂസ് ചെയ്ത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ക്യാമറ മാനുവൽ എടുത്ത് നോക്കുക. അതിൽ നിന്ന് എന്താണതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പരിധി വരെ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഫോട്ടോഗ്രാഫിയുടെ ബേസിക് റൂൾസ് എന്തൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ യൂട്യൂബ് ചാനലുകളിൽ ചെന്നാലും മനസ്സിലാക്കാം പല കാര്യങ്ങളും. ഞാനും ഈ ചാനലിൽ താമസിയാതെ തന്നെ ഈ ബേസിക് റൂൾസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഓൾറെഡി എക്സ്പോഷർ ട്രയാങ്കിൾ എന്താണെന്ന് വേറൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ബാക്കിയുള്ള റൂൾസ് താമസിയാതെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ 10ാമതായിട്ടുള്ള കാര്യം, നമ്മൾ കഴിവതും മാക്സിമം ഫോട്ടോസ് എടുക്കാൻ ശ്രമിക്കുക. അതായത് റെഗുലർലി, ബ്രേക്ക് ഇല്ലാതെ. നിങ്ങളെന്തായാലും ഫോട്ടോഗ്രാഫിയാണ് നിങ്ങളുടെ പാഷനെങ്കിൽ, ആ പാഷനിൽ തുടരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ മാക്സിമം ഫോട്ടോസ് എടുക്കാൻ ശ്രമിക്കുക. സ്വന്തമായി തന്നെ എന്തെങ്കിലും ഒരു ഫോട്ടോഗ്രാഫി പ്രോജക്റ്റ് ഉണ്ടാക്കി ചെയ്യുക. ഇമ്പ്രൂവ് ചെയ്യേണ്ട വളരെ നല്ല ഒരു പ്രോജക്റ്റ് 365 പ്രോജക്റ്റാണ്. അതായത് നമ്മൾ വർഷത്തിൻ്റെ 365 ദിവസവും എല്ലാ ദിവസവും നല്ലൊരു ഫോട്ടോ വീതം എടുക്കുമെന്ന് തീരുമാനിച്ചിട്ട് ആ തീരുമാനം ഇടയ്ക്ക് ബ്രേക്ക് ആകാതെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ അധികം ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. ഫോട്ടോഗ്രാഫിയിൽ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ പ്രാക്ടീസ് കൂടാതെ ഒരിക്കലും ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള കോമ്പറ്റീഷനുകളും എന്തെങ്കിലും ഫ്രീ സെമിനാറൊക്കെ നമുക്ക് ലോക്കലി അവൈലബിൾ ആണെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. സെമിനാറുകൾ അറ്റൻഡ് ചെയ്താൽ നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന പല കാര്യങ്ങളും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഞാൻ 1-2 സെമിനാർ അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. 1-2 പ്രാവശ്യം കനോൺ കണ്ടക്ട് ചെയ്തിരുന്ന സെമിനാറുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മുൻപ് ദുബൈയിലായിരുന്നപ്പോൾ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ഓരോ ഫോറം ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോഗ്രാംസാണ് ഇവിടെ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലോക്കലി ഒരു ഫോട്ടോഗ്രാഫി കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതെല്ലാം ഞാൻ നമ്പർ 10 ഇൻക്ലൂഡ് ചെയ്ത് പറയുകയാണ്. അതായത് ടേക്ക് ഫോട്ടോസ് റെഗുലർലി. ഇതുപോലെ സെമിനാറുകളും ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രണ്ട്സും എല്ലാമായി ഒരു ഫോട്ടോ വോക്കൊക്കെ അറേഞ്ച് ചെയ്താൽ നമുക്കധികം ഫോട്ടോ എടുക്കാനും പിന്നെ സെയിം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് പല സമയത്തും കൂടി വരുവാനും ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും സാധിക്കും. പിന്നെ നമ്പർ 11, എക്സ്പീരിമെൻറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും മടിക്കരുത്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു കാര്യം നൈറ്റിൽ ടൈം ലാപ്സ് ഫോട്ടോഗ്രാഫി ചെയ്യുകയാണ്. അതായത് നക്ഷത്രങ്ങൾ ഒരു വര പോലെ ആകാശത്ത് നക്ഷത്രങ്ങൾ കാണുന്ന അങ്ങനത്തെ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടുപോകണമല്ലോ. ആ ഒരു ഫോട്ടോ എടുക്കാൻ ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ
ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമുക്ക് കഴിവതും പല രീതിയിലുള്ള ഫോട്ടോസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പം എല്ലാം ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുക. പിന്നെ വേറൊരു കാര്യം, നമ്മൾ പല തരത്തിലുള്ള ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാർ മീൻസ് നമ്മൾ കുറച്ച് ക്യാമറ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് വരും. അപ്പോൾ നമ്മൾ ആ ഒരു സ്ട്രീം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഒരാൾക്ക് ഫോട്ടോഗ്രാഫിയുടെ എല്ലാ സ്ട്രീമും ഫോളോ ചെയ്യാൻ സാധിക്കുമെന്ന് പൂർണ്ണമായും എല്ലാ സ്ട്രീമും ഫോളോ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ആളുകളുടെ ഫോട്ടോ എടുക്കുന്നതിലാണ്. മീൻസ് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി, കിഡ്സ്, ഫാമിലി, അങ്ങനെയുള്ള അങ്ങനത്തെ റിലേറ്റഡ് ടു ഹ്യൂമൻസ്, അങ്ങനത്തെ ഫോട്ടോസ് എടുക്കാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ വേറെ കുറച്ച് ആളുകൾക്ക് ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് എടുക്കാനായിരിക്കും താല്പര്യം, കുറച്ച് ആളുകൾക്ക് മാക്രോ ഫോട്ടോസ് എടുക്കാനായിരിക്കും താല്പര്യം. അതുപോലെ വെഡ്ഡിങ്സ് മാത്രമായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ടേസ്റ്റ് ഏതിലാണെന്ന് കണ്ടുപിടിക്കുക, ആ സ്ട്രീമിനെ നിങ്ങൾ ഫോളോ ചെയ്യുക. അതിൽ മീൻസ് ഈ പല സ്ട്രീമിലും ഫോട്ടോ എടുക്കുന്നതിൻ്റെ ടെക്നിക്സ് വളരെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു സ്പോർട്സ് ഫോട്ടോഗ്രാഫറുടെ ടെക്നിക്ക് ആയിരിക്കത്തില്ല ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ടേസ്റ്റ് ഏതിലാണെന്ന് കണ്ടുപിടിക്കുക, അത് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ബേസിക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ ഈ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ നെക്സ്റ്റ് വീഡിയോയിൽ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ലാസ്റ്റ് വീഡിയോയിൽ സോമശേഖരൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. മീൻസ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഷട്ടർ സ്പീഡ് കൺട്രോൾ ചെയ്ത് എങ്ങനെ പിക്ചേഴ്സ് ഷാർപ്പാക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ സോമശേഖരൻ സാർ ചോദിച്ചിരിക്കുന്നത്, ഓക്കെ, എൻ്റെ കയ്യിൽ 600D കനോൺ ക്യാമറയാണ് ഉള്ളത്, എക്സ്റ്റേണൽ ഫ്ലാഷ് ഇല്ല, രാത്രി ട്യൂബ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ ഫോട്ടോ മാനുവൽ മോഡിൽ കയ്യിൽ പിടിച്ച് എടുക്കാൻ എത്ര ഷട്ടർ സ്പീഡ് വേണം എന്ന ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ അതിൻ്റെ താഴെ തന്നെ ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഇവിടെ പറയുന്നു. ക്യാമറ മോഡൽ അനുസരിച്ചല്ല നമ്മൾ ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ APS-C ക്യാമറയാണെങ്കിൽ ഒരു ക്രോപ്പുണ്ട്, 60% ക്രോപ്പുണ്ട്. അപ്പോൾ ആ ക്രോപ്പ് ഫാക്ടർ നമ്മൾ ഈ ക്യാമറയുടെ ഫോക്കൽ ലെങ്ത് എത്രയാണെന്ന് നോക്കിയിട്ട് അതുമായിട്ട് ഈ ക്രോപ്പ് ഫാക്ടർ കൂട്ടുക. അതായത് 50 mm ലെൻസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 50 × 60/100 30. അതായത് 50 mm ലെൻസാണ്. ആ ലെൻസിൻ്റെ ലെങ്തിൻ്റെ കൂടെ, അതായത് ആ ലെൻസിൻ്റെ ലെങ്സ് 50 mm ആണ്. 50 mm കൂടെ 30 കൂടെ ആഡ് ചെയ്യുക, അപ്പം 80 ആണ് കിട്ടുന്നത്. അപ്പം 80 ഷട്ടർ സ്പീഡ് നമ്മൾ 1/80 മിനിമം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷാർപ്പായിട്ടുള്ള ഇമേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട് രാത്രിയിൽ. പിന്നെ ലൈറ്റ് ഇതുപോലെ കുറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഷട്ടർ സ്പീഡ് 1/80 ആക്കിയാൽ നമ്മൾ അപ്പോച്ചർ കഴിവതും മീൻസ് നമ്മുടെ അപ്പോച്ചർ ഡയഫ്രം മാക്സിമം ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ കിറ്റ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 4.5-ൻ്റെ താഴേക്ക് മുകളിലേക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കത്തില്ലായിരിക്കും. അപ്പോൾ 4.5-ൽ ഇടുക, ഷട്ടർ സ്പീഡ് 1/80 ആക്കുക. പിന്നെ നമുക്ക് ഇത് രണ്ടിലും എക്സ്പോഷർ കറക്റ്റ് ആകുന്നില്ലെങ്കിൽ മൂന്നാമതായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ISO ആണ്. അപ്പോൾ ISO കൂട്ടി ഷട്ടർ സ്പീഡ് മീൻസ് എക്സ്പോഷർ കറക്റ്റ് ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ ISO ഭയങ്കരമായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എക്സ്പോഷർ കറക്റ്റ് ആകുന്നുള്ളൂ എങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ഒരു എക്സ്റ്റേണൽ ഫ്ലാഷ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് സോമശേഖരൻ സാറിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ തരാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.